നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കനത്ത ആക്രമണം തുടരുകയാണ്. ഖാൻ യൂനൂസിൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ മരണം 8 ഉയർന്നിട്ടുണ്ട്. അതേസമയം ആരോഗ്യ പ്രവർത്തകരെ വധിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ച IDF രംഗത്ത് വന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത്. ഗാസയുടെ 2/3 ഭാഗവും നിലവിൽ ഇസ്രയേൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. വലിയ പ്രദേശങ്ങളെ നിരോധിത മേഖലയായി പ്രഖ്യാപിക്കുകയും നിർബന്ധിത ഒഴിപ്പിക്കലിന് ഉത്തരവിടുകയും ചെയ്തതോടെ പലസ്തീനികൾക്ക് ഗാസയിൽ 2/3 ഭാഗങ്ങളിലേക്കും പ്രവേശിക്കാൻ സാധിക്കുന്നില്ലെന്ന് ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു. UN ഓഫീസ് ഫോർ ദ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് ആണ് ഗാസയുടെ 2/3 ഭാഗവും ഇസ്രയേൽ നിയന്ത്രണത്തിലാണെന്ന് വ്യക്തമാക്കിയത്. ഇസ്രയേൽ നിരോധിത മേഖലയാക്കി മാറ്റിയ പ്രദേശങ്ങളിൽ തെക്കൻ ഗാസയുടെ വലിയ ഭാഗവും ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ മാസം 31-നാണ് തെക്കൻ ഗാസയിൽ നിന്ന് ഒഴിയണമെന്ന ഉത്തരവ് ഇസ്രയേൽ പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ ഗാസ സിറ്റിയിലെ ഭാഗങ്ങളും ഗാസക്കാർക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാൻ ആക്രമണം ശക്തമാക്കുമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് സൈന്യം നടപടികൾ കടുപ്പിച്ചത്. വെടിനിർത്തൽ കരാർ ലംഘിച്ച മാർച്ച് 18-ന് വീണ്ടും ആക്രമണം തുടങ്ങിയതിനു ശേഷം മാത്രം ഏകദേശം 2.8 ലക്ഷം പലസ്തീനികളെ കുടിയിറക്കിയെന്നാണ് കണക്ക്. അതേസമയം കഴിഞ്ഞ ദിവസം മാത്രം നടത്തിയ വ്യോമാക്രമണത്തിൽ 38 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച നടന്ന ആക്രമണത്തിൽ 112 പേർക്കും ജീവൻ നഷ്ടമായി.